ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ത്രിണികാമറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് പാർട്ടിന്റെ ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി വേളാങ്കണ്ണി പോകുന്ന വീഡിയോ ഫസ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തു. അപ്പം കുറച്ച് ലോങ് ആയ കാരണം സെക്കൻഡും കൂടെ എടുത്തത്. അപ്പൊ ഇതതിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടി കണ്ടതുപോലെ തന്നെ തുടക്കം ഇതിനകത്തും കടലിൽ കുളി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടലിൽ കുളിച്ചു, അർമാദിച്ചു. പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ഇതിന്റെ തുടക്കമൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഈ പാർട്ട് കാണണേ, എന്നാലേ നിങ്ങൾക്ക് അതിന്റെ ഒരു കണക്ഷൻ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആ വ്ളോഗിൻ്റെത്. ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കടലിൽ കുളിച്ച് അർമാദിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആക്ച്വലി ഞാൻ കടലിൽ കുളിക്കണം എന്ന പ്ലാനിങ്ങിലൂടെയല്ല അവിടെ പോയത്. നിങ്ങൾക്ക് ആ ബാഗ് പാക്കിങ്ങിന്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലായി കാണും, ഞാൻ കടലിൽ കുളിക്കാനായിട്ട് വേറൊരു ഡ്രസ്സാണ് എടുത്തു വെച്ചത്. ഇവിടെ കല്ല് ഇടുന്നുണ്ട് കടലിനകത്ത്, അത് ഓൾറെഡി ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പൊടിയും മണ്ണും ഒക്കെ കടലിനകത്ത് ഉള്ളത് കൊണ്ട് അപ്പൊ പറഞ്ഞ നമുക്ക് കടലിലൊന്നും കുളിക്കണ്ട, ജസ്റ്റ് മുട്ട അടിച്ചോണ്ട് തല നനയ്ക്കാം എന്നൊരു രീതിയിലാണ് അപ്പൊ പറഞ്ഞത്. അപ്പൊ ഞാനും ഓക്കെ, അപ്പം കടലിൽ കുളിക്കുന്നില്ലല്ലോ, വീട്ടിൽ ഇടുന്ന ഏതെങ്കിലും ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകാം എന്നൊരു രീതിയിൽ ഞാൻ വീട്ടിൽ ഇടുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ അങ്ങ് ഇറങ്ങിയത്. പിന്നെ കടല് കണ്ടപ്പോൾ എല്ലാവരുടെയും കൺട്രോൾ വിട്ടു എന്ന് തന്നെ പറയാം. ഞാൻ കടലിൽ കുളിക്കത്തില്ല എന്ന് ശബ്ദം പറഞ്ഞിറങ്ങിയ എന്റെ ഹസ്ബൻഡാണ് കേട്ടോ. അവസാനം എന്റെ അനിയത്തിനെ എടുത്തോണ്ട് ആദ്യം കടലിലിട്ടത്. ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നതായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ ഓണാക്കിയപ്പോഴത്തേനും അവര് കടലിൽ വീണിട്ടുണ്ടായിരുന്നു. അത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ ഇങ്ങനെ സൈഡ് ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ ഓരോന്നിങ്ങനെ സംസാരിച്ച് നിന്നപ്പം ഒരാള് ഒട്ടും ചിന്നുന്ന സമയം കൊണ്ട് എന്നെ തൂക്കിയെടുത്തോണ്ട് കടലിനകത്ത് ഒറ്റരിടല്. എന്റെ പൊന്നോ, അവര് കടലിന്റെ ഏകദേശം ഒരു ഇച്ചിരി ഉള്ളിൽ പോയിട്ടാണ് കേട്ടോ എന്നെ അടുത്ത് ഇട്ടത്. എന്നിട്ട് കടലില് തിരമാല വരുന്ന കണ്ടതും എന്നെ മുക്കി അങ്ങ് പിടിച്ച് കടലില്. ആ കടലിന്റെ അടിത്തട്ട് വരെ ഞാൻ ആ സമയത്ത് കണ്ണ് തുറന്നു തന്നെയായിരുന്നു എനിക്കിരുന്നത്. ആ അടിത്തട്ട് വരെ കണ്ടിട്ട് പൊക്കിയെടുത്തപ്പോ അടിമുടി നനഞ്ഞ്. അപ്പൊ എന്തായാലും നനഞ്ഞ് ഇനി അങ്ങ് കുളിച്ചു കയറാന്ന് ഞാനും അങ്ങ് കരുതി. അങ്ങനെയാണ് കേട്ടോ കുളി അങ്ങ് തുടങ്ങിയത്. പിന്നെ എന്നെയും തൂക്കിയിടാനൊന്ന് നോക്കി, പക്ഷെ ഞാൻ ടീഷർട്ട് ഇട്ടിരുന്ന ആള് വേണ്ട, നീ കുളിക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്കും പിന്നെ കുളിക്കാൻ തീരെ പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഏഞ്ചലും അവനെ കുളിപ്പിക്കുന്ന കാരണം ഞാനും കൂടെ നന്നെ ശരിയാവത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ കുളിക്കാനൊന്നും നിന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ കാലിന്റെ പകുതി വരെ വെള്ളം കയറുന്നിടത്തും ഇങ്ങനെ കയറി നിൽക്കുന്നേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ കുളിക്കണമെന്ന് ഉദ്ദേശം എനിക്ക് നേരത്തെ ഇല്ല. ഞാൻ സത്യത പറഞ്ഞാൽ ഞാൻ മടുത്ത് കടലിൽ കുളിച്ച് അതുകൊണ്ട് ഞാൻ ഇപ്പൊ വലിയ ആഗ്രഹമൊന്നും ഇല്ല അതിന്. ഒന്നാമത്തെ കാര്യം, ഈ കടലിൽ കുളി എന്നൊക്കെ പറയുന്നത് കടലിൽ വല്ലപ്പോഴും ഒക്കെ കാണുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഭയങ്കര ആശ്ചര്യവും കാര്യമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ സ്ഥിരം കടല് കണ്ട് വളർന്നവര്, ജനിച്ച നാൾ മുതലേ നമ്മൾ കടലിനെ കാണുന്നുണ്ട്. പിന്നെ വേളാങ്കണ്ണിയിൽ എല്ലാ വർഷവും വരുന്നുണ്ട്. എല്ലാ വർഷവും വരുമ്പോഴും ഞങ്ങൾ കുളിക്കാൻ മറക്കത്തില്ല. ചില സമയത്തൊക്കെ കുളിക്കാതെ പോയിട്ടുണ്ട്. മിക്കപ്പോഴും ഞങ്ങൾ കുളിച്ചിട്ടേ പോകാറുള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര ആശ്ചര്യവും കാര്യമൊക്കെ ആയിരിക്കും, കടലിൽ കുളിക്കാൻ ഉത്സാഹമൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. അഞ്ജലിഭാവിനെ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് തല നനച്ചെടുത്ത് മാറ്റി കേട്ടോ. പിന്നെ എല്ലാവരുടെ കളി കണ്ടിട്ട് പുള്ളിക്കാരിക്ക് സഹിച്ചില്ല. ചുമ്മാ കടലിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചൂണ്ടി കാണിക്കുകയും ആ ഒരു പരവേശമൊക്കെ ആള് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചുണ്ടൊക്കെ കടുകടാന്ന് പറഞ്ഞ് അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കൊരു പ്രശ്നവും ഇല്ല കേട്ടോ. സാധാരണ തണുത്ത വെള്ളത്തിൽ വല്ലതും ദേഹം കഴുകി അവരെ കീറി പൊട്ടിക്കുന്ന ആളാ. ഇപ്പൊ ആൾക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കടലിൽ കുളിച്ചപ്പോൾ. ഇതിപ്പം എല്ലാവരുടെയും കടലിൽ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ തലയ്ക്ക് കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി ചന്ദനം മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് നമ്മള് ബക്കറ്റ് എടുക്കുന്ന കടലിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ചന്ദനം കിട്ടും കേട്ടോ. ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അമ്മയും അപ്പയായിട്ടാണ് ഇതൊക്കെ ചെയ്തതല്ല. മുട്ടയടിക്കുന്ന ഫുൾ കാര്യങ്ങൾ അവരും നോക്കിക്കോളാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയേണ്ടി പോലും വന്നില്ല. ഈ ബക്കറ്റൊക്കെ അപ്പ എന്നെ പോയി മേടിച്ചിട്ട് വരുമായിരുന്നു അവിടെ
കടലിൽ വന്ന് നിന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കണ്ടത് തന്നെ ഇങ്ങനെ ബക്കറ്റ് കൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഞങ്ങള് മൈൻഡ് ചെയ്തില്ല. പിന്നെ നോക്കാനായിട്ട് വേറെയും കുറെ ആൾക്കാർ ഇതുപോലെ ബക്കറ്റ് കൊണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവര് ഒരു പേപ്പറിനകത്ത്, പേപ്പറല്ല, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടത്തില്ലേ, പൈസയൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു പേപ്പറിനകത്ത് പേരും കൊച്ചിന്റെ പേരും അച്ഛന്റെ പേരും എല്ലാം എഴുതാനായിട്ടൊക്കെ പറഞ്ഞായിരുന്നു. സംഭവം ഞങ്ങൾക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ അനീഷ അതിൽ പേരെഴുതി കൊടുത്തു. പിന്നെയാണ് അവർ പറയുന്നത് ഇതിനകത്ത് കാശ് രൂപവും മെഴുകുതിരിയും ഒക്കെ വെച്ച് നമ്മളിങ്ങനെ മാതാവിന്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന്. അപ്പോഴേ അമ്മ പറഞ്ഞു വേണ്ട, ഇത് പറ്റിപ്പ, നമുക്ക് പൈസ അവരൊരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, വെറുതെയാണെന്ന്. ഇപ്പൊ ഈ ഒരു കാശ് രൂപത്തിനും ഈ ഒരു മെഴുകുതിരിക്കും മാത്രം അവർ വേണേൽ 1000, 1200 വാങ്ങിക്കും. അങ്ങനെ അവർക്ക് ഒരു വട്ടം പണി കിട്ടിയതാ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് നമുക്ക് പ്രത്യേകം മെഴുകുതിരി വാങ്ങിച്ച് കത്തിക്കാന്ന രീതിയിൽ ഞങ്ങളാണെങ്കിൽ അടുത്തുള്ള മാതാവിന്റെ കുരിശടി തന്നെ പോയിട്ട് മെഴുകുതിരി സെപ്പറേറ്റ് വാങ്ങിക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവര് പക്ഷെ നന്നായിട്ട് തന്നെ ക്യാൻവാസ് ചെയ്യും കേട്ടോ, സംസാരിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഒരു വട്ടം ഇങ്ങനെ അനുഭവം ഉള്ളത് കൊണ്ട് അമ്മ പറഞ്ഞു വേണ്ട, അത് വേണ്ടാന്ന് പറഞ്ഞാൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ലാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു വരുവായിരുന്നു കേട്ടോ. പിന്നെ അടുത്തുള്ള വേറെ പള്ളി വക സ്റ്റോറിലൊക്കെ പിന്നെയും എന്താ റേറ്റ് കുറവാ, അഫോർഡബിൾ ആ റേറ്റ്. പിന്നെ ഇങ്ങനെ ഒരു അമ്മാമ്മമാരൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് വിൽക്കത്തില്ലേ, ഇങ്ങനെ മെഴുകുതിരി ഇങ്ങനെ കൂട്ടത്തോടെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് അങ്ങനെ വന്ന് അങ്ങനെ വന്ന് വാങ്ങിക്കുന്നതും നമുക്ക് ലാഭമാണ്. അവരും ഒരുപാട് പൈസയൊന്നും വാങ്ങിക്കത്തില്ല. അതേസമയം ഷോപ്പുകളിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇന്ന് പൈസ വാങ്ങിക്കും. നമുക്കൊരു സാധനത്തിന് വില എത്രയാണെന്ന് നമുക്കൊരു ഏകദേശം ഒരു ധാരണയുണ്ട്. പക്ഷെ അവരതിൽ കൂടുതൽ നമ്മളെ വിട്ട് വാങ്ങിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ നമ്മളും കൂടെ ശ്രദ്ധിക്കണം. ഇതിങ്ങനെയൊക്കെ തിരി കത്തിക്കണമെന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കത്തിക്കുന്നത്. അത് പക്ഷേ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് സാറ്റിസ്ഫൈഡ് എവിടെയാണോ അവിടെ പോയി മെഴുകുതിരി വാങ്ങിക്കുക, അല്ലെങ്കിൽ കാശുരൂപം വാങ്ങിക്കുക, നമ്മുടേതായ നേർച്ചകൾ നമ്മൾ സാധിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു നേർച്ച സ്ഥലത്ത് വന്നു എന്ന പേരിൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ഇഷ്ടം, നമുക്ക് നമ്മുടെ പൈസ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ വല്ലവർക്കും കൊടുത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിന് കളയണ്ടല്ലോ. ഇതിപ്പോ ഞങ്ങൾ എല്ലാ നേർച്ചകളും സാധിച്ച് തിരിച്ച് വീട്ടിലോട്ടല്ല റൂമിലോട്ട് നടന്നു പോകുന്നതാണ് കേട്ടോ കാണുന്നത്. ഉച്ചയായോണ്ട് പറയാൻ മാത്രം വെയിലില്ലായിരുന്നു. എന്നാലും ഞങ്ങള് കൊടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ കൊടയൊക്കെ കരുതിയിട്ടാണ് പോയത്. ഇതിപ്പം ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചപ്പോൾ എക്സ്പ്രഷനാണ് കേട്ടോ ആ കണ്ടത്. ഞങ്ങൾക്ക് ആർക്കും തീരെ ആ ജ്യൂസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തമിഴ്നാട്ടിലെ ജ്യൂസ് ആയോണ്ടാണോ ഇനി അവിടത്തെ ഒരു ഇതിന്റെ രീതിയാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. അവിടെ നിന്ന് വാങ്ങിക്കുന്ന ഒന്നും പിടിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. അവിടുത്തെ ചായ മാത്രമേ ഉള്ളൂ ടേസ്റ്റ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചായ മാത്രം കുടിച്ചു. ഞാനാണെങ്കിൽ അവിടെ വിറയ്ക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും തണുപ്പ് പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഭയങ്കരമായിട്ട് വിറച്ചൊക്കെയാണ് ഞാൻ അവിടെ നിന്നത്. അവസാനം ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചതിന്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ജിഗർദണ്ഡ കുടിക്കാൻ വേണ്ടി പോയി കേട്ടോ, ഒരു ബോർഡ് കണ്ടിട്ട്. പക്ഷെ ജിഗർദണ്ഡ ഇപ്പൊ ഇല്ല, ശനിയാഴ്ച ആകും വരാനെന്നാണ് പറഞ്ഞത് ഞങ്ങള്. പക്ഷെ അതിന് പിറ്റേ ദിവസം അവിടെ തിരിച്ചു പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ജിഗർദണ്ഡ കുടിക്കാതെ നേരെ ചായ കുടിക്കുക ചെയ്തത്. പിന്നെ റൂമിൽ പോയിട്ട് ഞങ്ങള് കുളിച്ചു. ഞാൻ ചൂടുവെള്ളം, അവിടെ റിസപ്ഷനിൽ നമുക്ക് ചൂടുവെള്ളം കിട്ടും. അങ്ങനെ പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിച്ചത്. ബാക്കി എല്ലാവരും സാധാ വെള്ളത്തിൽ തന്നെ കുളിച്ചു. എന്നിട്ട് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് പള്ളിയിലോട്ട് വന്നതാണ് കേട്ടോ പൂജ കാണാനായിട്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏഞ്ചലിനാണെങ്കിൽ എപ്പോഴും നടക്കണം, പള്ളികൾ തോറും ഇങ്ങനെ നടന്ന് തന്നെ അവൾക്ക് പോകണം. നമുക്ക് സമാധാനം തരത്തില്ല കൊച്ച്, എന്തോ ചെയ്യാനാ. അങ്ങനെ അന്നും ഞങ്ങൾക്കൊരു മുഴുവൻ കുർബാന കാണാൻ സാധിച്ചു. ഞങ്ങള് പള്ളിയിലൊക്കെ പോയി. തലേ ദിവസം കുർബാന കാണാൻ പോയി സെയിം പള്ളിയിലാണ് കേട്ടോ അന്നും പോയത്. കാരണം ആ ടൈമിൽ ആ പള്ളി മാത്രമേ കുർബാനയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഈ ദിവസം. നല്ല അത്യാവശ്യം വൈകുന്നേരത്തിന് ശേഷം നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത്. ആകുമ്പോൾ തണുത്താലും കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ റൂമിൽ പോയിട്ട് നല്ല തണുപ്പ് തരുന്ന ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും റൂമിൽ പോയതും ക്ഷീണവും കാര്യങ്ങളും അങ്ങനെയായിട്ട് പിന്നെ പുറത്തു പോകാൻ നിന്നില്ല. അതുകൊണ്ട് ആ ഡ്രസ്സ് ഇട്ട് തന്നെയായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഏഞ്ചലിന്റെ കറക്കം. ഇതിപ്പോ ഞങ്ങള് ഒരു 7 മണിയായി കാണും കേട്ടോ. ആ ടൈമിൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എവിടെ ഇരിക്കണം എന്ന് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം തുടക്കത്തിൽ തന്നെ കയറി വരുന്നിടത്ത് തന്നെ ഇരിക്കണം എന്നൊന്നും ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും മൂലയിൽ പോയി സമാധാനത്തോടെ ഇരുന്ന് കഴിക്കണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പിന്നെ അപ്പയ്ക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഞ്ചലിന് ഫുഡ് വാരി കൊടുക്കണമല്ലോ മസ്റ്റായിട്ട്. ആദ്യം ഞാൻ മസാല ദോശ വാങ്ങിക്കാം എന്ന രീതിയിലാണ് കയറിയത്. പിന്നെ അമ്മയും മസാല ദോശ തന്നെ മതി, കാരണം ഏഞ്ചലിന് ഫുഡ് വാരി കൊടുക്കണമല്ലോ എന്ന രീതിയിൽ അമ്മയും മസാല ദോശ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് മസാല ദോശ വേണ്ട.
അതിനകത്ത് ഒരു എന്തുവാ കൊത്തു പൊറോട്ട, മിക്സഡ് കൊത്തു പൊറോട്ടയോ അങ്ങനെ എന്താണ്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചു. പക്ഷെ കൊത്തു പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം. പിന്നെ അമ്മ വാങ്ങിച്ച മസാല ദോശ നമ്മുടെ കേരളത്തിലെ മസാല ദോശ പോലല്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഏഞ്ചൽ എങ്ങനെ തിന്നു എന്നും അറിയത്തില്ല. പിന്നെ ഏഞ്ചൽ പിന്നെ അങ്ങനൊന്നും ഇല്ല കേട്ടോ, എരിവും പുളി എന്ത് കൊടുത്താലും കൊച്ചു വാതുറന്ന് കാണിക്കുന്ന കൊച്ച. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആള് തിന്നു. അതുകൊണ്ട് പിന്നെ ഏഞ്ചല് വയറ് നിറയുമ്പോൾ അത് തിന്നായിരുന്നു. അമ്മയ്ക്ക് ഞങ്ങൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഇനി വയറ്റിന് പിടിക്കാതെ പോകുമെന്ന്. പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഏഞ്ചല് ഫുഡ് കഴിച്ചു. പിന്നെ അമ്മയ്ക്കും മതിയായി. എന്നിട്ട് അമ്മ കുറച്ച് എനിക്ക് തന്നു. എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാവുണ്ട്. കഴിയെന്നും പറഞ്ഞ് തന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അവസാനം ഞാനത് എൻ്റെ അനിയനങ്ങ് കൊടുത്ത്. അനിയനും അമ്മാമ്മയ്ക്ക് ആർക്കോ കൊടുത്ത് കേട്ടോ. അമ്മാമ്മയും ഞാനും ആ കൊത്തു പൊറോട്ട തന്നെ കേട്ടോ തിന്നത്. കാരണം എനിക്ക് വയറ്റിൽ ഓവർ സ്പേസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മാമ്മയും അങ്ങനെ ഒരുപാട് കഴിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഞാനും അമ്മാമ്മയും ആ ഒരു കൊത്തു പൊറോട്ട തന്നെ കഴിച്ചു. പിന്നെ അനീഷ വാങ്ങിച്ചത് എന്തുവായിരുന്നു അനീഷ? പനീർ പൊറോട്ടയോ, പനീർ ഇട്ട എന്തോ സംഭവമാണ് അനീഷ വാങ്ങിച്ചത്. പിന്നെ എന്റെ അനിയൻ ബട്ടർ നാനും ബട്ടർ ചിക്കനും കൂടി ഇട്ടായിരുന്നു വാങ്ങിച്ചത്. ഇതൊക്കെ ആയിരുന്നു തോന്നുന്നു. വേറെ എന്തൊക്കെയോ വാങ്ങിച്ചായിരുന്നു. അഭി മേടിച്ച ഫുഡാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പത്തിരിയും പിന്നെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ഡബിൾ ഓംപ്ലേറ്റ് അങ്ങനെയൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, കഴിച്ചു. ഞങ്ങള് പിന്നെ അങ്ങ് ഇറങ്ങി. ഞാൻ ആദ്യമേ ഇറങ്ങി കേട്ടോ. എനിക്കാണെങ്കിൽ എന്തോ ഒരു വയറ്റിന് എന്തോ അസ്വസ്ഥത പോലെ തോന്നിയിട്ട് ഞാൻ ആദ്യമേ അങ്ങ് ഓടി. എന്നിട്ട് ഞാനും അമ്മാമ്മയും കൂടിയിട്ട് റൂമിലോട്ട് പോയി. ഞങ്ങൾക്ക് അന്ന് സെപ്പറേറ്റ് റൂം എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം റൂമൊക്കെ എടുത്ത് സെറ്റായിട്ട് എൻ്റെ ഹസ്ബൻഡും അബിയുമായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം ഒറ്റയ്ക്കാണ് കേട്ടോ ഞാൻ റൂമിലോട്ട് തിരിച്ചു പോയത്. കാരണം ഞങ്ങൾക്ക് റൂമിൽ നിന്ന് ലഗേജ് ചെക്കിന് എടുത്തിട്ട് ആ റൂമിലോട്ട് മാറ്റാനുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം തന്നെ വെക്കറ്റ് ചെയ്യുമല്ലേ. അപ്പം അത് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ച് സൗകര്യം. അങ്ങനെ ഞാൻ ആദ്യം പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. കാരണം പിറ്റേന്ന് രാവിലെ തന്നെ ആ റൂം നമുക്ക് വെക്കറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 3ാമത്തെ ദിവസമാണ് കേട്ടോ. ഡേ 3 ആണ്. ഞങ്ങൾ ഈ ദിവസമാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇതിപ്പം ഞങ്ങൾ രാവിലെ തന്നെ പള്ളികോറും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. കാരണം ഇത്ര നാളും വന്നിട്ട് ഒരു പള്ളിയിൽ തന്നെ ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. വേറെ പള്ളികളിലൊന്നും അങ്ങനെ പോകാനും എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് ഞങ്ങളൊരു ഉച്ച സമയത്താണ് കേട്ടോ ഇറങ്ങിയത്. അതുകൊണ്ട് ഞാൻ കുടകളൊക്കെ കൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ വെറുതെ കുട കൈ ഇരിക്കുന്ന അല്ലാതെ ഒരു യൂസും ഉണ്ടായിരുന്നില്ല കുടേനെ കൊണ്ട്. കാരണം അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, പറയാൻ മാത്രം വെയിലൊന്നുമില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഏഞ്ചൽ ഭാവയും ഭയങ്കര ഇച്ചിരി വാശിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്ക് അവിടെ വന്നപ്പോൾ ഫുള്ള് നടന്നാൽ മതി, ആരുടെയും പുറത്ത് കയറണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡാ. നടക്കണമെന്ന് വെച്ചാൽ നടത്തൊന്നും അല്ല, കൈ പിടിക്കുമ്പോൾ തന്നെ ഓടുക അങ്ങ് ചെയ്യുന്നത് ആള്. പതിവ് പോലെ പ്രിയനാണ് കേട്ടോ ക്യാരി ബാഗ് ഇട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല കാറ്റുണ്ട്. കുറച്ചും കൂടെ അപ്പുറം പോയാൽ ഈ മെഷീനോട് കറങ്ങി വരത്തില്ല ഐസ്ക്രീം, അത് വരും. മറ്റേ തീട്ടം കറങ്ങി വീഴുന്നു. 35 രൂപ എന്താണ്ട് ഉള്ളത്. ഞാൻ 2 വർഷം മുമ്പ് വന്നപ്പോൾ 35 രൂപയുള്ളൂ. ഇപ്പോൾ എത്ര രൂപയാന്ന് അറിഞ്ഞൂടാ. കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം, പോയി ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഐസ്ക്രീം മേടിക്കുന്ന കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആദ്യം വിട്ടത് പള്ളിയിലോട്ടാണ് കേട്ടോ. കാരണം അത്രയും പള്ളിയിൽ ഞങ്ങൾക്ക് കയറണമെന്നുണ്ടായിരുന്നു. അപ്പൊ പള്ളിയിൽ കയറിയിട്ട് പോകുന്ന വഴിയിൽ ഐസ്ക്രീം മേടിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു കേട്ടോ. ഇതിപ്പോ ആ വലിയ പള്ളിയുടെ അകമാണ്. നല്ല വിശാലമായിട്ടുള്ള പള്ളിയാണ് കേട്ടോ. കുർബാനയൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് നല്ല ആൾക്കാർ അവിടെ ഇവിടെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. നല്ല വിശാലമായിട്ടും കിടക്കുമായിരുന്നു കേട്ടോ. ഏഞ്ചലിന് അവിടെ കണ്ടപ്പോൾ തന്നെ താഴെ ഇറങ്ങണം, കൈ ഇരിക്കണ്ടെന്നുള്ള മട്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ പള്ളിയുടെ അൾത്താര. നല്ല രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഏകദേശം കുറച്ച് വർഷങ്ങളായുള്ളൂ എന്ന് തോന്നി പണി കഴിഞ്ഞിട്ട്. ഞങ്ങള് കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് ഈ പള്ളിയുടെ പണി നടക്കാൻ പോവാണ്, അപ്പൊ എന്തേലും സംഭാവന വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ ഒരു ബ്ലൂ പ്രിന്റ് പോലെ അങ്ങനെയൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, പള്ളിയുടെ പണി കഴിയുന്നതിന് മുന്നേ. ഇതിപ്പം ആ പള്ളിയുടെ ഒരു സൈഡിൽ കണ്ട ഇതാണ് കേട്ടോ. നല്ലൊരു രസം ഉണ്ടായിരുന്നത്. മറ്റേ ആദംസ് ആപ്പിളില്ലേ, അതിന്റെ ഒരു തീമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ണീഷോ ഇങ്ങനെ പുൽക്കുട്ടി കിടക്കുന്നതും. പിന്നെ ആ ട്രീ നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു സ്നേക്ക് വളഞ്ഞൊക്കെ കിടപ്പുണ്ട്. നല്ലൊരു തീമായിരുന്നു കേട്ടോ ഇത്. കുറേ നേരം ഞങ്ങൾ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ വിശാലമായിട്ട് കിടക്കുന്ന കാരണം ഏഞ്ചൽ ഭാവിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അവളും അവിടെ തന്നെ ഇരുന്ന് എഴുന്നേനൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങള് അത്യാവശ്യം ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കുകയും പിന്നെ വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്തായിരുന്നേ. ഇത് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ സൈഡിൽ കാണുന്നത്. അത് ജസ്റ്റ് ട്രീ പോലെ ഇങ്ങനെ മറ്റേ ഗ്രീൻ കളറിലെ തോരണം റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു.
നോർമൽ ട്രീ അല്ലായിരുന്നു കേട്ടോ. അത് അതിനകത്ത് ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ ഇട്ട് അതിന് നൈറ്റ് കാണുമ്പോഴായിരിക്കും അതിന്റെ ഭംഗി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് അതിന്റെ ആ ഒരു ഇത് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങളാണെങ്കിൽ വേറെ നെക്സ്റ്റ് പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മുടെ വറ്റാത്ത കിണറുള്ളത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങള് മെഴുകുതിരി കത്തിക്കാന്ന് വിചാരിച്ചു. സൈഡിൽ മെഴുകുതിരി നമുക്ക് കത്തിക്കാം മാതാവിന്റെ അടുത്ത്. മുമ്പൊന്നും വറ്റാത്ത കിണറിന്റെ രൂപം അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രൂപമായിരുന്നു. ഒരു കുടം പോലെ മേളില് കുറെ കുത്തുകുത്തും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇത്തവണ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ വേറൊരു ഷേപ്പിലൊക്കെ അവര് പണി കഴിച്ച് വെച്ചിട്ടുണ്ട്. താഴോട്ടാണെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റോറിയും എല്ലാം എഴുതിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാം. തവണ പോയപ്പോ അത് നല്ല രസമുണ്ട് കാണാൻ. ദേ ഈ ഐസ്ക്രീമാണ് കേട്ടോ അനീഷ നേരത്തെ പറഞ്ഞ ആ മിഷനിലൂടെ വരുന്ന ഐസ്ക്രീം. ഇത് വാങ്ങിക്കാം എന്ന രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞാനും അനീഷയും അച്ചാച്ചനും ഒക്കെ മിക്സഡ് വാങ്ങിച്ചു. അതായത് ചോക്ലേറ്റും വാനിലയും കൂടെ ഉള്ളത്. എൻ്റെ അനിയൻ വാനില മാത്രം വാങ്ങിച്ചു. ബാക്കി 3 പേരും മിക്സഡ് വാങ്ങിച്ചു. പിന്നെ രണ്ടാമത് എൻ്റെ അനിയൻ വീണ്ടും മിക്സഡ് വാങ്ങിച്ചു. അച്ചാച്ചനും മിക്സഡ് വാങ്ങിച്ചെന്ന് തോന്നല്ലേ. അച്ചാച്ചനും രണ്ടാമത് മിക്സഡ് തന്നെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് മിക്സഡ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. എൻ്റെ അനിയൻ വാനില ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന രീതിയിലാണ് വാനില വാങ്ങിച്ചത്. ഇത്തവണ അതിന് 40 രൂപയായിരുന്നു അനീഷ. സെയിം റേറ്റ് ആയിരുന്നു അല്ലേ. 35 രൂപ തന്നെ ആയിരുന്നു. റേറ്റിന് ഒരു വ്യത്യാസവും ഇല്ല. ഇതാണ് ഉള്ളതിൽ വെച്ച് ഇത്തിരി വെർത്തായിട്ടുള്ള സാധനമെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം അന്നും ഇന്നും ഒരേ റേറ്റ് തന്നെയാണ്. പിന്നെ ഏഞ്ചലിനും കാര്യമായിട്ട് നിന്ന് ഏഞ്ചലിന് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രേമമാണ് കേട്ടോ. ഏഞ്ചൽ നമ്മൾ വിചാരിക്കുന്ന ഏഞ്ചലൊന്നും അല്ല, കൂട്ടത്തിലേക്ക് കിടന്ന് കരയും. അതുകൊണ്ട് ഞങ്ങള് ആഹാരം കഴിക്കാൻ തീരെ മടിയില്ലാത്ത കുട്ടിയാണ്. അങ്ങനെ പിന്നെ ഞങ്ങള് കഴിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാരും ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും വാങ്ങിക്കും, ഓരോരുത്തർക്കും കൊടുക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏഞ്ചലിന് എന്തായാലും സാധനം കിട്ടിയാൽ മതി എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ തൊപ്പിക്കടയുണ്ട്. അപ്പൊ ഏഞ്ചലിന് തൊപ്പി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവസാനം തൊപ്പിക്കട കണ്ടപ്പം ഞങ്ങൾ തൊപ്പി വാങ്ങിച്ചു. ഏഞ്ചലിനും വാങ്ങിച്ചു, അച്ചച്ചനും വാങ്ങിച്ചു. പിന്നെ അച്ചച്ചൻ കുറച്ച് കണ്ണാടികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കണ്ണാടി ഒന്നും എടുത്തില്ല, തൊപ്പി മാത്രമേ വാങ്ങിച്ചോളൂ. അച്ചച്ചൻ പിന്നെ വന്നെടുക്കാം. അച്ചച്ചൻ ഓൾറെഡി കണ്ണാടി ഉണ്ട്, എന്നിട്ടാണ് ഈ കണ്ണാടികളെല്ലാം കൂടെ തപ്പുന്നത്. അങ്ങനെ പിന്നെ അനീഷ സമ്മതിച്ചില്ല കണ്ണാടി വാങ്ങിക്കാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ തൊപ്പി വാങ്ങിച്ചു. അവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് തിരിച്ചു പോയത് റൂമിലോട്ടൊന്നും അല്ല കേട്ടോ, വീണ്ടും പള്ളികളിലോട്ടാണ് കേട്ടോ. കാരണം ഇനിയും പള്ളികളൊക്കെ കാണാനുണ്ടായിരുന്നു. എന്തായിരുന്നാലും വന്നതല്ലേ പള്ളി കാണാൻ, അതെങ്ങനെ തിരിച്ചു പോകുന്നത്. ഇവിടേക്ക് എത്തിയപ്പോഴത്തേനും ഞങ്ങൾ ഒരുപാട് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ സ്ഥലം ഞാൻ കണ്ടില്ല. ഇതിന് മുന്നേ വർഷമൊന്നും ഈ സ്ഥലം ഞാൻ ഇവിടെ കണ്ടിട്ടുമില്ല. ഇപ്പൊ ഞാൻ കാണുന്നതാണ് കേട്ടോ. എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്തേ തീരുന്നു. അയാൾ ഇത് എവിടെ പോയി കണ്ടുപിടിച്ചെന്ന് എനിക്കറിയത്തില്ല. ഈ സ്ഥലത്ത് മുമ്പ് ബേർഡ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. ബേർഡ്സ് ഷോ പോലെ ഇങ്ങനെ നമുക്ക് ഒരുപാട് ബേർഡ്സിനെയും കോഴികൾ, അങ്ങനെ കോഴികൾ എന്ന് പറഞ്ഞാൽ സാധാ കോഴികളല്ല, വേറെ വെറൈറ്റി കോഴികളെയൊക്കെ അവിടെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ആ സ്ഥലമായിരുന്നു അത്. അതിപ്പം മാറ്റി ഇതേപോലെ ഈശോയുടെ ഒരു രൂപം കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്ന് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ ഒട്ടും നടക്കാൻ വയ്യാതെ ക്ഷീണിച്ചിരുന്ന് പോയി ചായ കുടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. പിന്നെ ചായ കുടിച്ച് എനർജി കൂട്ടി വീണ്ടും വിട്ടേട്ടോ കടകളിലോട്ട്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു മടങ്ങാമെന്ന് കരുതി. ആ വഴിയിൽ ഞങ്ങളൊക്കെ സെപ്പറേറ്റഡ് ആയി. പിന്നീട് അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള എനർജിയോ ടൈമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ എടുപ്പൊക്കെ അവിടെ വെച്ച് നിർത്തിയിട്ട് ഇതിപ്പോ ട്രെയിനിൽ കയറിയിട്ടെടുത്ത വീഡിയോസ് ഒക്കെ ആണ് കേട്ടോ. ഞങ്ങൾക്ക് 6:40 കേട്ടോ ട്രെയിൻ. ഞങ്ങള് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എന്നിട്ട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നമുക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ട്രെയിനിലിരുന്ന് അതൊക്കെ കഴിച്ചു. പിന്നെ രാത്രിത്തെ ആഹാരമൊക്കെ ഞങ്ങൾ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ കൊല്ലം ജംഗ്ഷൻ എത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വേളാങ്കണ്ണി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. 2 പാർട്ടായിട്ട് 2 ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ചിലതൊക്കെ ഞങ്ങൾ എടുക്കാനായിട്ടൊക്കെ മറന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതാ ടൈം കിട്ടിയിട്ടില്ല ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടൊക്കെ കൂടിയിട്ടൊക്കെയാണ് ഞങ്ങള് ഇത്രയും മാത്രമേ സത്യത്തിൽ ഇതല്ല 1.5 മണിക്കൂറോളം വേണ്ട ഐറ്റംസ് ഒക്കെ കണ്ടന്റ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ടാണ്. പർച്ചേസിങ്ങിന്റെ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് നേരെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനൊന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊരു സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. See you on next video. Bye.